ഒരു ദാനാവോളമാശിച്ച വിരലുകളിൽ പനിനീർ പൂചൂടി നിൽക്കുന്നു വിരഹിതനായി. പിറന്നു വീണു ഞാനീ മണ്ണിലായി നിനക്കു മാത്രമായി. എനിക്ക് തോന്നുന്നില്ല ഏട്ടാ, അവളെ തന്തപ്പൊടിന്റെ തനി പകർപ്പാണ്, ആ കളവിന്റെ തനി പകർപ്പ്. വളക്കാൻ കുറച്ച് പെടാപ്പാടാണ്. അതൊന്നും സാരില്ല, നീ അങ്ങോട്ട് വളക്ക്, നിന്നെ കൊണ്ട് കഴിയും. ഇത് വല്ലതും നടക്കോ? എനിക്ക് തോന്നില്ല. അവളേട്ടന് നന്നായിട്ട് അറിയാലോ, കാന്താരിയാണ് കാന്താരി. അഹങ്കാരം മൂക്കിലെ തുമ്പത്താണ്. ശരിയാ, പറഞ്ഞു നാവെടുത്തേ ഉള്ളൂ. ദേ വരുന്നു വാര്യമ്പള്ളി മീനാക്ഷി. അത് നിങ്ങളാണ് കോഴി. അയ്യോ, കോഴി ഞാനല്ല, നിന്റെ ഏട്ടനല്ലേ. ഏട്ടനെ പറയുന്നു. നീ നിന്റെ ആ പൊട്ടൻ അനിയനുണ്ടല്ലോ, ദേ നിൽക്കുന്നു, അവനും ആണ് കോഴികൾ, അല്ലാതെ എന്റെ ഏട്ടൻ പാവ. ഓഹോ, അങ്ങനെ ഒന്ന് പോവണ്ടേ? എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പൂവൻ കോഴി ആരാണെന്ന്. താൻ പോടോ കോഴി. ഓപ്പേ, നിർത്തിക്കോ നിന്റെ ഒരു കോഴി വിളി. എന്താണ് ഈ കാണുന്നത്? എന്നാലും ആ കുട്ടി വിശേഷം ഇപ്പൊ എന്താ അവന്റെ മുഖം നോക്കിക്കണത്? ആരു ഓടിക്കോ, അവള് നാടകം തുടങ്ങി. വേട്ട നിക്ക് പോയി. എന്താ എന്താ മീനു? എന്താ മോളെ, എന്താ അവൻ ചെയ്തേ? ആരുഷൻ നിന്നെ? അവനെന്താ നിന്നെ ചെയ്തേ? ആരുഷി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ പെങ്ങളെ കയറി പിടിക്കാൻ? ഏട്ടാ, നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ പൊന്നു പെങ്ങളുടെ നാടകം? ഇപ്പൊ ആരാരുടെ കയ്യിലാ പിടിച്ചേക്കുന്നത് നോക്ക്. അതും ശരിയാണല്ലേ, ഈ പെണ്ണെന്നെ നാണം കൊടുത്തു എന്ന് വെച്ച് നീ അവളെ കയ്യിൽ കയറി പിടിച്ചോണ്ടല്ലേ? എന്നാ പിന്നെ പെങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി ഷെൽഫിൽ പൂട്ടി വെക്ക്, അതായിരിക്കും നല്ലത്. ഞാൻ പോകും. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? വന്ന് ഇനിയിപ്പോ നെക്സ്റ്റ് നാടകം. എന്താ ഇവിടെ മൂന്നും കൂടി? ഇതൊരു ബഹള ഇത്. ഓ, അതൊന്നുമില്ല. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. മീനു, ഇനി അതും പറഞ്ഞ് അടിയുണ്ടാക്കാൻ നിക്കണ്ട, മിണ്ടണ്ട. അതപ്പാ ഒന്നുമില്ല, അവള് വെറുതെ ഓരോന്നും. ആരുഷേ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ അവളുടെ നീളവട്ടത്ത് പോലും നിന്നെ കാണരുതെന്ന്. എന്റെ മുന്നിൽ നിന്ന് ഒക്കും, അല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ചു പറഞ്ഞേക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, കൂപ്പ്. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതിനുള്ള അഹങ്കാരമല്ലേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ പോവുക, അതാവും നല്ലത്. നീ മിണ്ടാണ്ട് വാ. അപ്പ ഒന്നുമില്ല, അത് വിട്ടേക്ക്. നീ എന്റെ കൂടെ വാ ആരുഷേ. എടേനെ, ഞാൻ പോണു. ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നതാ. വീടും ജോലിയും കൂലിയും ഇല്ലാത്ത നീ ഏത് പാതാളത്തിലേക്ക് പോവാനാ? ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്താണ് എന്താ എന്റെ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എവിടേക്ക് പോവാനാ? വാ, ഫുഡ് തരാം. ഏട്ടത്തി, എനിക്കൊന്നും വേണ്ട, വയറല്ലല്ലോ നിറഞ്ഞു നിൽക്കുക. നിങ്ങളോട് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേണ്ട, ഞാൻ പോണു. ഇപ്പൊ എന്താ ഒരു മനസ്സ് മാറ്റം. അവനായിട്ടൊരു മുട്ടിന്റെ പണി കൊടുത്തപ്പോ സാറ്റിസ്ഫാക്ഷൻ. ആ കോപ്പം തന്നെ ഇറങ്ങിപ്പോയെ.
ആരോട് ആരാ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു? ഇനി വല്ലതും പറ്റിക്കണം. ഇത്രയായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവനെ പറ്റി കളിക്കണേ? അവനായി അവന്റെ പാടായി. നിനക്കെന്താ? ഫുഡ് എടുത്തി ഫുഡ് ചായ ചായ ചായ. കിടന്ന് അലറാതെ ആരും ഇതാ എടുക്കുന്നു. ഓ നിങ്ങളുടെ കുണുവാവയല്ല, ആരുമല്ല, ഞാനാ ആരവ് ആരവ്. സ്നേഹം നടക്കട്ടെ നടക്കട്ടെ. എനിക്ക് ചായ. എടുത്തി എനിക്കൊരു ചായ. ആരേ അപ്പൂപ്പേ? അത് നിന്റെ അപ്പൻ, ഞാനല്ല. ഇപ്പൊ കറക്റ്റായി. പെർഫെക്റ്റ്. അത് നാണില്ലല്ലോ സ്വന്തം ഭാര്യ അവിടെ ഉണ്ടിട്ട് എടുത്തിന്റെ കയ്യിൽ നിന്ന് ചായ മണിച്ചു കുടിക്കാൻ. അത് അതിന് നിനക്കെന്താടാ? ഞാനല്ലേ കുടിക്കുന്നത്. എനിക്കില്ലാത്ത വായ്പന്തിരാ നിനക്ക്? ഇനി നിങ്ങൾ രണ്ടുപേരും ആയോ? മതി. ഇന്നലത്തെ ഒന്ന് പോയതേ ഉള്ളൂ. ഇതുവരെയായിട്ടൊരു വന്നിട്ടും കൂടിയില്ല. ഇതൊരു വെറുതെ ഒരു തമാശ. രാവിലെ ഒരു നേരം പൊക്കിനുണ്ട് അല്ലട മിഥുനെ? എന്നാ പിന്നെ ചേച്ചി ഇൻകും കുടിച്ചായ. ചേച്ചി ചേച്ചി ഇങ്ങ വേണം. മാക്കിയിട്ട് അങ്ങോട്ട് മാറിന്നേ. ഇപ്പൊ തട്ടി വിടും ഞാന്. മാറ്. എടി കോപ്പി മെല്ലെ വീഴും. ചേച്ചി അല്ലെ ചായ വേണ്ട. ഇപ്പൊ തന്നെ കോളേജിൽ കയറാൻ സമയം. ഞാൻ പോവാട്ടോ. പെണ്ണെ ചായ കുടിച്ചിട്ട് പോടി. എന്നിട്ട് മതി. അപ്പയോട് പറയണേ ഞാൻ പോയെന്ന്. മാക്രിയേട്ടാ ഞാൻ പോക്കാം. ബൈ ബൈ. സുഖി മോളെ, അപ്പക്കും കൂടി ഒരു ഗ്ലാസ് ചായ. മിഥുനെ ആരും അതിനിടയ്ക്ക് മുറിയിൽ പോയി. നീ ഒന്ന് വിളിക്ക. അവനക്കുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആയിട്ടെത്തി. ഇപ്പൊ തന്നെ വിളിച്ചിട്ട് വരാം. ഒരു 5 മിനിറ്റ്. കെട്ടിയോളെ കെട്ടിയോളെ. എന്താണോ എന്താണ് മനുഷ്യ എന്തീ കാണിക്കുന്നേ? അത് പിന്നെ എന്റെ കെട്ടിയോളെ ഇങ്ങനെ കാണുമ്പോ എന്ത് പിന്നെ? ഒരു പിന്നീട് അങ്ങോട്ട് മാറിക്ക്. അങ്ങനെ പറയല്ലേ. എനിക്ക് നടക്കൂല മോനെ. അത് മനസ്സിൽ വെച്ചാ മതി. മാറി. എന്നാ പിന്നെ ഞാൻ എടുത്തോളാം. ഞാൻ നടത്തിക്കോളാം. മാറും. ഇതൊക്കെ കാണാനാണല്ലോ ദേവിയെ എന്റെ തലവിധി. ഏട്ടാ ചേച്ചി നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ. മാറങ്ങോട്ട്. അവന് വരത് കണ്ടു കാണുന്നുണ്ട്. കണ്ടാലിപ്പ എന്താ? നിങ്ങൾക്ക് നാണില്ലേ മനുഷ്യ? അവൻ എന്ത് വിചാരിച്ചാണോ എന്തോ. ഇല്ലടി, എനിക്ക് ഒട്ടും നാണമില്ല. നീ വാ പോകാം. സുഖി എന്നാ പിന്നെ ഞാൻ പോണോ? രാത്രി ആവുമ്പോഴേക്കും ഓഫീസ് കഴിഞ്ഞു വരാം. ശരി ആടി ഞാൻ പോയിട്ട് വരാം. ഏട്ടാ നിങ്ങൾ എന്തെങ്കിലും മറന്നോ? എന്ന് മറക്കാൻ? ഒന്നുമില്ല. ഞാൻ വെറുതെ വാ താഴേക്ക് പോകാം. അങ്ങനെ പറയല്ലേ. മദ്യമുള്ള നിന്റെ ചുമ്മനം കിട്ടാതെ ഞാൻ എങ്ങനെ ഈ ദിവസം പൂർത്തിയാക്കും? ഇതേ പെണ്ണെ വേഗം തന്നാ ഇപ്പൊ അവസാനിക്കും. അല്ലെങ്കിൽ പിന്നെ ടൈം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ഇങ്ങേരില്ല. നീ അങ്ങ് വന്നേ. ഹേ മരിയം മീനാക്ഷി. എന്താ? എന്ത് വേണം? അത് പിന്നെ നീ ഇങ്ങനെ പഴുത്ത പാകമായി നിൽക്കുമ്പോ എനിക്ക് നിന്നെ കട്ടിച്ച് തിന്നാൻ തോന്നുന്നു. അടി യോ സെക്സി ബോഡി, നിന്റെ ലിപ്പ്. Hey, shut your fucking mouth. ഞാൻ എന്റെ ഫക്കിംഗ് മൗത്ത് പൂട്ടിയേക്കാം. പകരം നീ എന്റെ അടുത്തേക്ക് വാ. കൊമ്പേ പോയി എന്റെ വിടാനല്ലേ നിന്നോട് പറഞ്ഞത്. ഇടന്ന് പെടക്കില്ലടി. അടങ്ങി നിക്ക്. മര്യാദക്ക് മാറിക്കോ. മാറിന് തുടരില്ലെന്നല്ലേ പറഞ്ഞേ. നീ ഇങ്ങനെ ചൂടാവല്ലേ? എന്നിങ്ങനെ കാണുമ്പോ oh my god, I can't control my feelings.
ഏട്ടത്തിനെ അടുക്കളയിൽ കാണുന്നില്ല. അപ്പൊ റൂമിൽ കാണും. അഴകിയല്ല ഇത് എന്നെ വീണ്ടും സമയം തെറ്റി. മിഥുന എന്താ ദാ വരണു. ആരത്? വാര്യപുള്ളി മീനാക്ഷിയോ? എന്തു പറ്റി മുഖത്തിനൊരു വട്ടം? പോയാ ചേട്ടാ, ഈ പെണ്ണിന് എന്ത് പറ്റി? ഇങ്ങനെയല്ലല്ലോ വരണ്ടേ. എന്തോ പറ്റിയിട്ടുണ്ട്. കഥക തുറക്ക്. തുറക്കാനല്ലേ എന്നോട് പറഞ്ഞേ? തുറക്കടി. ഈ അസമയത്ത് ഇതാരാ? തുറക്കണം, നോക്കി നോക്കാം. എന്നാണല്ലേ തുറക്കാൻ പറഞ്ഞേ? തുറക്കടി. മീനാക്ഷിയെ താനെന്താ ഈ സമയത്ത്? ഞാനെപ്പോ വന്നാലും നിനക്കെന്താടി? ആരുഷേട്ടാ, സത്യം പറ, നിങ്ങൾ കുടിച്ചിട്ടില്ലേ? നീ അറിയണ്ട. എന്നിട്ട് വീണ്ടും ഇവിടെ വാറുണ്ടാക്കാനല്ലേ ഉടുപ്പില്ലാത്തോളെ. അങ്ങനെ തന്നെ മോങ്ങ് നന്നായിട്ട് മോങ്ങ്. വെയിറ്റ്, നീ ശരിക്കും കറിയാണോ? ഞാൻ വെറുതെ ഡിഡി മീനോ? ഞാനിപ്പോ അതിന് മാത്രം എന്താ പറഞ്ഞേ? അവളെന്തിനു കരഞ്ഞോണ്ട് പോയേ? അല്ല പോയത് അവള് വല്ല നാടകമാവും. ബട്ട് ഇതിനു മുൻപ് ഇവളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പോയി നോക്കാം. ഞാൻ പറഞ്ഞതിനാ നീ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ അത് കാര്യമൊക്കെ ജസ്റ്റ് ഫണ്ണാണ്. ശരി, എന്നാ പിന്നെ നീ കരഞ്ഞോ, ഞാൻ പോണു. മീനു, are you okay? എന്താ ഉണ്ടായേ മീനു? ഏത് മൊഴിഞ്ഞു എന്റെ പെണ്ണിനെ നിർത്തി ഏതാടാ? ആരവള്? അവന്റെ പേര് പറ. വേണ്ട ഏട്ടാ, ഇത് പേടിയാ. വേണ്ട. പറയടി പുലേ, പറയാൻ. ആരാന്ന്? അത് സ്റ്റീഫൻ. മതി, ഇത്രയും മതി. ഞാൻ വരാം. ഏട്ടാ നിക്കേട്ടാ. ഇത്ര നേരമായിട്ട് എടുത്ത് കാണാനില്ലല്ലോ. അതെങ്ങനെ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് എടുത്തു ചാട്ടാണല്ലോ പോയി. ഇതിനെ പറ്റിക്കാണോ? എവിടെയായേട്ടാ? മീനു ഏട്ടൻ വന്നു. ഇത് എവിടെയായിരുന്നു ഏട്ടാ? എന്തായി? ഇനി ആ പുന്നാര മോനിക്ക് നിന്റെ മേലിൽ പോയിട്ട് നിന്റെ നിഴലിൽ പോലും സ്പർശിക്കാൻ വരെ പറ്റില്ല. നീ ചെല്ല് കിടക്കാൻ നോക്കൂ. ഏട്ടൻ ആരുഷേട്ടാ, നിങ്ങൾ എന്താക്കി? ആരുഷേട്ടാ? അതേട്ടാ, ഇവിടെയുള്ളവരെല്ലാരും വല്യമ്മയുടെ വീട്ടിലോട്ട് പോയി. ഇവിടെ ഞാനേ ഉള്ളൂ. ഏട്ടൻ എന്റെ റൂമിൽ കിടക്കും. എനിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. അത് വാ. ഏട്ടാ, ആരുഷേട്ടാ? എന്താ മീനു? എന്താടി? ഇത് ഞാൻ ഏട്ടനെ ഹഗ് ചെയ്ത് കിടന്നോട്ടെ പ്ലീസ്? നിനക്കിപ്പോ വയ്യതല്ലേ? വേഗം കണ്ണടച്ച് കിടക്കാൻ നോക്ക്. ശക്തി ഒരു ഹഗ് അല്ലേ ഏട്ടാ, പ്ലീസ്? എനിക്ക് പേടിയായതുണ്ടോ? സമ്മതിക്കില്ല. എന്നെ നന്നാവാൻ സമ്മതിക്കില്ല. ഓക്കെ. ആരുഷേട്ടാ എന്താ? ശരിയാ, എല്ലാവരും വിചാരിക്കുന്നേ എനിക്ക് ആരുഷേട്ടനെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ശരിക്കും നിങ്ങൾ ഒത്തിരി ഇഷ്ടം.
ഈ അടിയൊക്കെ കൂടുന്നത് ഇഷ്ടം കൊണ്ടോ? നീ ഒന്നും മിണ്ടാണ്ട് കിടന്ന പെണ്ണേ, ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി. ആർഷേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടി കാര്യം? കാര്യം പറ. അത് പിന്നെയുണ്ട്, ഈ ചുണ്ടിന്റെ താഴെയുള്ള ഈ കറുത്ത മുറിവ് അതെനിക്ക് തരൂ, എനിക്ക് മാത്രം. നീ ഒന്ന് പോയെ, ഉറങ്ങാൻ നോക്കിയേ. എന്തോന്ന് കണ്ടോ? ആർഷേട്ടാ, പ്ലീസ് പ്ലീസ്, ഒറ്റ തവണ മതി. ഓക്കെ തരാം, പക്ഷെ അത് എപ്പോ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. സോ മീനു, ഏട്ടാ, ഇനി നിന്നാ ഇത് കൂടുതൽ എനിക്ക് നിന്നെ ചെയ്യേണ്ടി വരും. എന്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി വരിക. I need you right now. മീനു, അത് നിന്റെ അപ്പൻ വേണ്ട. ആരെന്ന് പറഞ്ഞ മീനാക്ഷി രാംശേഖർ, ആരിഷ്നാഥ്, എല്ലാവർക്കും അഥവാ അവർ സമ്മതിച്ചില്ലേ പകരം ഈ മീനാക്ഷി രാംശേഖറിന്റെ ശവമായിരിക്കും കാണുന്നത്. മീനു, നോ, അങ്ങനെ ഇനി ഏതോ വന്ന് പറഞ്ഞാലും മറ്റൊന്നിനു വേണ്ടി ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. എന്റെ ജീവൻ അതിനി എന്റെ കൈകളിലാണ്. ഞാൻ തീരുമാനിക്കും ഇനി എല്ലാം. ഏട്ടാ, നമുക്ക് കുറച്ച് ടൈം വേണോ? നീ ഇങ്ങനെ കരഞ്ഞാ ബാക്കിയൊന്നും നടക്കില്ല. അല്ല മീനു എവിടെ? എന്താ തലവേദന മാറിയില്ല? അറിയില്ല ഏട്ടത്തി, ഞാനൊന്ന് പോയി നോക്കട്ടെ. അവളെ വിളിക്കട്ടെ, ഇത്രയേരായിട്ട് എണീച്ചിട്ടില്ലല്ലോ, നോക്കട്ടെ. മീനു, മീനു, കഥക് തുറക്ക്. എണീക്ക്, സമയം ഒരുപാടായി. മീനു, എന്താടാ മാക്രിയേട്ടാ, കുറച്ചുണ്ട് തുറക്കും. മാക്രിയോ? ഞാൻ ഇന്നലെ കടാപ്പുറത്താണ് ഈശോയെ കടന്നത്. എന്തിത്ര സോഫ്റ്റ്. മീനു, നീ കുളിക്കാൻ കയറില്ലെന്ന് പറ. മീനു, നീ ഒന്ന് കഥക് തുറക്കുന്നുണ്ടോ പെണ്ണ്? എത്ര സമയമായി വിളിക്കണത്? മീനു, അവറ്റ പൊളിക്കണ്ട, ഞാൻ കുളിക്കാൻ കയറാൻ പോക്ക. ഞാൻ കുളിച്ചു വന്നിട്ട് തുറക്കാം. ഏട്ടൻ പൊക്കോ, ഞാൻ വന്നോളാം. ശരി, പെട്ടെന്ന് വാ, നിന്നെ ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. ആ ഓക്കെ, രക്ഷപ്പെട്ടു. എന്താണ് പോകാനുള്ള പ്ലാനില്ലേ ആരിഷ് ഏട്ട? അല്ല, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പേടി ഒരു മോർണിംഗ് കിസ് ആടി. എന്നും അടിക്കാടി പ്ലീസ്.
ഇല്ല എന്ന് പറഞ്ഞാ ഇല്ല, അത്ര തന്നെ. ഓ ആയിക്കോട്ടെ മീനാക്ഷി, ഞാൻ പെണ്ണെടുക്കണം. ഓ ആയിക്കോട്ടെ, സന്തോഷം. ശരി, പോവാൻ നോക്ക്. ഏട്ടത്തിയമ്മേ, ഏട്ടത്തിയമ്മേ, ഏട്ടത്തിയമ്മേ. ഇതമേ എന്നോട് മാപ്പാക്ക്. ഞാൻ ഇതുപോലെ ആവർത്തിക്കില്ല. അവിടെ മനുഷ്യനെ തീറ്റിച്ചിട്ട് വന്നേക്കുന്നു അവന്റെ സൂര്യൻ കൊണ്ട്. സോറി ഏട്ടത്തി, ഇനി ഞാൻ ആവർത്തിക്കില്ല. പിങ്കി പ്രോമിസ് പ്ലീസ്. ആണോ? എന്ന് എനിക്ക് വാക്കുക, ഇതുപോലെ ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന്. സത്യമായിട്ടുണ്ടായില്ല, പ്രോമിസ്. എന്നാ നിനക്ക് ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, തരാം. ഏട്ടത്തിയമ്മ അത് പിന്നെ നമുക്ക്. ആ ശരി ശരി, വാ തുറക്ക്, തരാം. ഇപ്പഴും കുഞ്ഞു പിള്ളേരെന്ന വിചാരം, നാണില്ലല്ലോ. ഏയ് ഇല്ല, അതെനിക്ക് തീരെ ഇല്ല. നിനക്കതറിയാലോ അല്ലേ? ആ രാവിലെ തന്നെ രണ്ടും കൂടി തുടങ്ങിയോ? ഞാൻ നല്ല കുട്ടിയെ ചേച്ചി, നോക്ക് ഞാൻ കുട്ടിക്കാ. അതെ അതെ, നല്ല കുട്ടിയാ. ആരും അവളിന്ന് വിളിച്ചിരുന്നു. ശരിക്കും വിളിച്ചു ചേച്ചിയാ? ശരിക്കും? ആടാ അവള് വിളിച്ചു. അപ്പൊ ശരിക്കും വരുമായിരിക്കുമല്ലോ. അതെ. എന്നാ പിന്നെ ഞാൻ പുറത്തു പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എല്ലാം മേടിച്ചിട്ട് വരാം. ഏട്ടത്തി അതെല്ലാം ഉണ്ടാക്കണേ. ആ ശരി, നീ പോയിട്ട് വാ. ആരായിരുന്നു കാര്യം രണ്ടും കൂടി പറഞ്ഞ കുറെ സമയം തുടങ്ങിയിട്ട്? ആരാ? അത് പറയില്ല, സർപ്രൈസ് ആണ്. ആരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, എനിക്കെന്താ, എനിക്ക് ആരൊന്നും നക്കൊന്നുമില്ല, ഞാൻ നോക്കാം. കോളെടുക്കില്ല, ഓരോന്നേനും എന്തോ ഒരു വർത്തങ്ങ കാണിക്കുന്നില്ലേ. ഹലോ മോളെ മീനു. അമ്മക്ക് സുഖാണോ? മോളെ അമ്മക്ക് സുഖം തന്നെ. വേറെന്തൊക്കെയാ അവിടുത്തെ വിശേഷം? ഇവിടെ എന്താ പറയാ, നല്ല വിശേഷം. അല്ല, വീട്ടിലെ അവസ്ഥയൊക്കെ എങ്ങനെ പോന്നു? എല്ലാരോടും അമ്മ ചോദിച്ചെന്ന് പറയണേ. കുഴപ്പമൊന്നുമില്ല അമ്മ, ഞാൻ പറയാം. അമ്മ നിങ്ങൾ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ പെണക്കൊക്കെ മാറ്റി വെച്ചിട്ട് അമ്മക്ക് തിരിച്ചു വന്നൂടെ? അത് പറയാനാ ഞാൻ വിളിച്ചേ. ഞാനിനി ആ വീട്ടിലോട്ട് വരില്ല. അമ്മ അച്ഛനോടൊന്ന് ക്ഷമിക്ക്, ഒരവസരം ഞാൻ കൊടുത്തൂടെ? മോളെ മീനു, ഞാൻ വെക്കുക, പിന്നെ വിളിക്കാം. ശരി. ചേച്ചി ഫുഡ് എടുത്തൊക്കെയാ, ഞാൻ ഇപ്പൊ വരാം. ഇതാ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടേ. എല്ലാരും എന്താ ഇത്ര ലേറ്റ് ആയി നീ വരാൻ? അത് പിന്നെ അവൾക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങാൻ നിന്നില്ലേ, അപ്പൊ കുറച്ച് ലേറ്റ് ആയി. വാ കഴിക്കാം. ശരി ശരി, നീ വാ കഴിക്കാം. ആ ഇതാര്? സാക്ഷാൽ ആരുഷ് മഹാനോ? എപ്പ അങ്ങ് എഴുന്നള്ളി? ഓ ഞാൻ വന്നിട്ട് കുറച്ചായി. എടിമോളെ സ്തുതി, നീ അങ്ങെല്ലാം വിളമ്പി കൊടുക്ക്. കുഞ്ഞു പണി കഴിഞ്ഞ് ക്ഷീണിച്ചാവും വന്നത്. എല്ലാം എടുത്തു കൊടുക്കണേ, അവൻ കഴിക്കട്ടെ. ചേച്ചി എനിക്ക് മതി, ഞാൻ എണീക്കുവാ. ആര് എന്തുവാ ചെയ്ത്? പെണ്ണെ, ഇത് നിന്റെ അപ്പ കണ്ടിട്ട് ഇനി എന്നെ കൊല്ലാനാണോ? എനിക്കറിയണ്ട, എനിക്കിപ്പോ 2 കായാണ്. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യക്കും ചെയ്യാം. ഓക്കെ ഫൈൻ, നിനക്കിപ്പോ എന്താ അറിയണ്ടേ? ഫസ്റ്റ് ആണ് നിങ്ങൾ ഇന്നത്തെ നേരം മതി. സെക്കൻഡ് ആണ് ഇന്ന് രാവിലെ സംസാരിച്ച് വരുന്ന പറഞ്ഞ പെണ്ണാരാ? എന്റെ മീനു ഒന്ന് ശ്വാസം വിട്ടിട്ട് ചോദിക്ക്. എന്റെ പൊന്നു സമ്മതിച്ചു പെണ്ണ് നിന്നെ. അതാരാന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അപ്പൊ അതിന്റെ സർപ്രൈസ് പോലും. ഓഹോ അത് ശരി, അങ്ങനെ മര്യാദക്ക് പറഞ്ഞു മിസ്റ്റർ. അല്ലെ എന്റെ പഴയ നാടകം പുറത്തു കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാവരും വിളിച്ചു കൂപ്പിട്ട് പറയും നിങ്ങൾ ഈ റൂമിലേക്ക് പിടിച്ചുകൊണ്ടെന്നാണ്. അത് വേണം. ഓഹ് എന്റെ ഭഗവാനെ, ഇവിടെ കൊണ്ട്
എടി ചേച്ചി വരുന്ന കാര്യം പറഞ്ഞേ, കുഞ്ഞുനാളിൽ പോയതാ US-ലേക്ക്. ഇപ്പൊ വലിയ ഡോക്ടറൊക്കെ ആയി തിരിച്ചു വരുന്നില്ലേ, അതാ പറഞ്ഞേ. ആള് നാളെ എത്തും. അപ്പോ കുഞ്ഞേച്ചി അല്ല മിത്ര ചേച്ചി വരുത്താം. ആടി എന്റെ ചേച്ചി പെണ്ണ് വരുക. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയുള്ളൂ. ഞാൻ അപ്പേ ചോദിച്ചപ്പോ പറഞ്ഞാലോ കോട്ടാളൻ. എന്താണ് നീ എന്നെ വിളിച്ചാ? നിക്കടി പെണ്ണ അവിടെ. നീയോ നിക്ക്. ഇല്ലട കാട്ടാള ആരുഷേ, ഞാൻ ഇടുവാ. ശിവ ശിവ എന്താ എന്തിനിങ്ങനെ വിളിക്കണേ? നീ ഇപ്പൊ എന്നേക്കാൾ വലിയ ബിസിയാണല്ലോ. അതെ, കുറച്ച് ബിസി കൂടുതലാ മാഷെ. എന്ത് ചെയ്യണം? വർക്ക് പെൻഡിങ്. എന്നാ എനിക്ക് എന്റെ ഭാര്യയെ നല്ല പോലെ ഒന്ന് സ്നേഹിക്കാം. ഒന്നിങ്ങ് നോക്കിയേ. ആണോ മോനെ? ആരവേ മനസ്സിലിരിപ്പ് നടക്കില്ല. ആ വെള്ളം കൂടി കോരി വെച്ചേക്ക്. ആ വെള്ളം മാത്രം കോരിയാ മതിയോ അതോ വേറെ പലതും കോരണോ? നീ 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 നന്നാവില്ല. പോയ്. എനിക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ ബിസിനസ് ട്രിപ്പിന്റെ കാര്യം? അത് നാളെ തന്നെ പോണം പോലും. അതെന്താ ഇത്ര പെട്ടെന്നേട്ടാ? അറിയില്ല, നിന്നെ വിട്ടു നിൽക്കാൻ എന്തോ പോലെ പോകാനും മടി തോന്നുന്നു. പക്ഷെ പോയിട്ടില്ലെങ്കിൽ അതെനിക്കറിയാലോ. ഏട്ടന് മാത്രല്ല എനിക്കും അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ പോയി ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പോയിട്ട് ഏട്ടാ, ഞാൻ ഒരുപാട് മിസ് ചെയ്യും. Okay, can I please? Yeah, you can. நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே. ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் தானே. മോനെ ആരുഷി, ഇനി പറ, നീ എന്ത് ഇത്ര നേരം വൈകി? അത് പറയാൻ പറ്റില്ല, കാണിച്ചു തരാം. ഇന്ന് വന്നേ. ഏട്ടാ നീ എന്തിനാ അടുത്ത് വരുന്നേ? അടുത്ത് വന്നാലേ എന്റെ പെണ്ണിനെ കാണിച്ചു തരാൻ പറ്റൂ. ആരും കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ആ പരട്ട പെങ്ങളാണെങ്കിൽ കിടന്നുണ്ടോ? കമ്പനിയിലേക്ക് നാളെ പോകണം. ഡിസ്കസ്റ്റിംഗ് ഫീൽ. എന്റെ പറ്റുമോ? ഇല്ല. അതിനു വേണ്ടി കുറച്ച് വെള്ളം കുടിക്കാൻ വേണം. എന്താ ഒരു ഏട്ട് ഈ പെങ്ങള് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട. അന്തര് ഇനി വല്ല പ്രേത പിശാചിനും അതൊരു ചാൻസ് ഇല്ല. മീനു എന്ന ഭൂതമുള്ളിടത്തോളം വേറൊരു ഭൂതത്തിന് അവളുടെ വാഴ്ത്തില്ല. അതിനകത്തൊരു ട്രൂത്ത്. വെയിറ്റ്, അതാരി പമ്മി പമ്മി വെയിറ്റ്, അതൊരു കള്ളനുണ്ട്. നിക്കവിടെ. നീ ഏതാടി? കള്ളിപ്പമ്പളക്ക് ഇത്ര ലുക്ക. ഞാൻ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഡി കോപ്പേ, നീ എന്തിനാണ് എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ തരുന്നത്? നീ എന്താ വിചാരിച്ച ഞാൻ കാണില്ലെന്നാ? ആരാടി നീ?
മിണ്ടിപ്പോരുന്നേ. ചേട്ടാ, അച്ഛാ, അമ്മേ, അല്ല ചേച്ചി, ചേച്ചി, ചേട്ടാ, ആരോ, മീനോ? ഇനി വീട് എനിക്ക് വേദനിക്കണം. ഞാനൊന്ന് മാറ്, ഞാൻ പറയട്ടെ. ഈ ഒരു കൂപ്പും പറയണ്ട, അവിടെ നിക്ക്. ചേട്ടാ, ചേച്ചി, അപ്പേ. വീടോ, താൻ എന്താണെന്നിട്ട് ഈ പിടിച്ചേക്കുന്നറിയോ? ഏയ്, ഞാൻ നിന്നെ പൂച്ചിട്ട് പൂട്ടാം. ഒന്ന് പോവനെ. അപ്പേ. ചേച്ചി, ചേച്ചി നീ വന്നോ? മിത്രമാളെ, നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലേ? മിത്ര, കൊള്ളാലേ, നൈസ് നെയിം. ഇവളാരാ? അത് പിന്നെ വല്യച്ഛ, എല്ലാം പെട്ടെന്ന് തീർന്നു. ലീവ് കിട്ടിയത് ഞാനിന്ന് പോന്നു. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. മോളെ, നീ എന്താ വിളിക്കാത്തെ? ഞാൻ വരുമായിരുന്നില്ലേ എയർപോർട്ടിലേക്ക്? അതൊന്നും ശരിയില്ല. ഇവിടെ വന്നപ്പോ ഇയാളെ കണ്ട് ഞാൻ വീട് മാറിയെന്ന് വിചാരിച്ചു. സത്യം അതേ പേടിച്ചു പോയി. ആട്ടെ, അവനെന്താ എന്നോട് പറഞ്ഞു? ഇവിടെ എന്നെ വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എന്താ ഇവിടെ സംഭവിച്ചേ? അവൻ നിന്നെ വല്ലതും ചെയ്തോ? അത് പിന്നെ വല്യച്ഛ, അത് പിന്നെ ഞാൻ ആരാന്ന് ഈ എന്താ ഈ നേരത്തെന്ന് ചോദിച്ചതാ. ആൾക്കെന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എടാ മോനെ മിഥുനെ, നിനക്ക് മിത്ര ഓർമ്മയില്ലേ? അതെങ്ങനെ ചെറുപ്പത്തിൽ അവൾ യൂസിലേക്ക് പോയതില്ലേ? മറന്നു കാണും. മിത്രയായിരുന്നു എന്ന് വെച്ചാ എന്റെ കളിക്കൂട്ടുകാരി. ഞാൻ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു ആ കണ്ണുകളുടെ ഉടമ. ഓ മൈ. മിഥുനേട്ടനെപ്പോഴേക്കും എന്നെ മറന്നോ? ഇല്ല, സോറി. എന്തോന്നിട്ടാ കിളി പോയോ? ഞാൻ മാത്രം കേട്ടാ. എടാ അളിയ, ഇത് എന്തോന്നടാ? നിനക്ക് എന്താ പറ്റി? ഒന്നുമില്ല, അത് പെട്ടെന്ന് കണ്ടപ്പോഴാണ് പറയുമ്പോ അങ്ങനെ ഇല്ല. ഞാനേ മാത്രം കേട്ടാ. നിങ്ങൾ കിടന്നൊരു ഉണ്ടാക്കിയത് എന്തൊക്കെയോ ചെയ്യാൻ നടന്നുണ്ട്. കണ്ടുപിടിക്കണം. മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നു. എങ്ങനെയുണ്ടായി? അവളൊന്നും കഴിച്ചു കാണില്ല. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇനി എനിക്കത് കിടന്നാ മതി. ശിവ, നീ അവൾക്ക് റൂം കാണിച്ചു കൊടുക്കേ. എന്നാ ഏട്ടത്തി, ഞാൻ അവൾക്ക് റൂം കാണിച്ചു കൊടുക്കാം. നീ വാ മോളെ. ഞാൻ വന്നപ്പോ എല്ലാരെയും ഉറക്കെ കളഞ്ഞോളെ. എന്തെല്ലാരും പോയി കിടന്നു. നമുക്ക് രാവിലെ കാണാം. മിഥുൻ, സ്റ്റേ ദെയർ. മിഥുനേട്ടാ, നിൽക്കാനാ പറഞ്ഞേ. വിട്ട് കൂലിട്ട വല്ലതും കിട്ടിയിട്ടുണ്ടോ? എന്താണ് എനിക്കിന്ന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്താണ് മോനെ? വല്ല ചായവും ചേരും. എന്ത് ചെരുവ്? പോയാണെയാന്ന് പോയി കടന്നുറങ്ങാൻ നോക്കിയേ. ഞാൻ പോണു. ഓ ആയിക്കോട്ടെ, ഞാൻ പിടിച്ചോളാം. പൊക്കുവാൻ പിന്നെ നാളണ്ട കേട്ടാ. ശരി എന്നാ. ഒന്ന് പോവണേ, വെറുതെ ഇല്ലാത്ത അച്ഛനും പറയുന്നു. ഓ ആയിക്കോട്ടെ മാക്രി ഏട്ടാ, ഞാൻ പിടിക്കും. കയ്യോടെ പൊക്കും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. വെയിറ്റ് കറോ പോകല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, മെയിൻ ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്നത് വേറൊന്നുമല്ല. ഇതിൻ്റെ റൈറ്ററായി മിസ്റ്റർ ആരുഷാണ് എനിക്ക് ഈ സ്റ്റോറി തന്നത്. അപ്പോൾ ആള് ഇതിൻ്റെ പാർട്ട് 1 മാത്രമേ വന്നിട്ടുള്ളൂ, പാർട്ട് 2 വന്നിട്ടില്ല. ഒരുപാട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിമാൻഡായിട്ട് കാണിക്കുകയാണ്. സോ എനിക്കിപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പാർട്ട് 2 ചെയ്തിട്ടാരും വരരുത്. അദ്ദേഹം തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ ID ഇവിടെ മെൻഷൻ ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അയാളുടെ DM പോയി ചോദിച്ചു ഇൻസ്റ്റയിൽ. അയാൾ തന്നാൽ ഞാൻ ഓഫ് കോഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക. ബൈ. സീ യു ലേറ്റർ.